ചർച്ചയിലേക്ക് കടക്കും മുൻപ് ഞാൻ ടോബിയിലേക്ക് ഒന്ന് പോകുന്നു. ടോബി, ഞാൻ രാവിലെ വാർത്ത വായിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ടോബിയുടെ വാർത്ത ഈ ഗ്രൂപ്പിലേക്ക് ആദ്യം, നമ്മുടെ വാർത്താ ഗ്രൂപ്പിലേക്ക് ആദ്യം വരുന്നത്. അത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു വാർഡ് പൊളിഞ്ഞു വീണു എന്നതായിരുന്നു വാർത്ത. ഒരു ആദ്യം അപ്പോൾ ഉള്ളിൽ കയറിയതാണ്. അതിനുശേഷം ടോബിയാണ് ആദ്യം ഈ വാർത്ത നമ്മൾ പ്രേക്ഷകരെ ആദ്യം മുറിക്കുന്ന നമ്മളാണ്. ടോബിയാണ് ആദ്യം അവിടെ എത്തിയത്. അതിനുശേഷമാണ് ഈ പറയുന്ന മന്ത്രിമാരൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോഴും നമ്മൾ എന്താണ് ഈ പറഞ്ഞ ആശ്വാസത്തിന് വഴിമാറി നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ് അത് 100% ഒഴിഞ്ഞു കെട്ടിടമാണെന്നും അതിനകത്ത് ആരുമില്ലെന്നും മന്ത്രിമാരടക്കം സാക്ഷ്യപ്പെടുത്തിയതുകൊണ്ടാണ്, അത് വ്യാജമെന്ന് തെളിയുന്ന രാത്രിയാണ് ടോബി ഇത്. ഹാഷ്മി, തീർച്ചയായിട്ടും നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞു. അതായത് അപകടത്തിൽ ആരും ഉൾപ്പെട്ടിട്ടില്ല. 2 പേർക്കാണ് പരിക്കേറ്റത്. അവരെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവർക്ക് നിസ്സാര പരിക്കുകളേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത്രയും വലിയൊരു കെട്ടിടം ഇടിഞ്ഞു കിടക്കുന്നത് കണ്ട ഞെട്ടലിൽ നിന്ന് ഞാനടക്കമുള്ളവർക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. പക്ഷേ ആ വാക്ക് പറയുന്ന സ്ഥലത്തിന് തൊട്ടപ്പുറത്ത് ഒരു ജീവൻ ആ മണ്ണിനടിയിൽ കിടപ്പുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മളെയെല്ലാം അടുത്ത മണിക്കൂറിൽ ഞെട്ടിച്ച ഒരു കാര്യം. അങ്ങനെ ഒരു മൃതദേഹം അതിൻ്റെ അടിയിലുണ്ടോ, അല്ലെങ്കിൽ ഒരു ജീവൻ അതിൻ്റെ അടിയിലുണ്ടോ എന്ന് പോലും ആദ്യഘട്ടത്തിൽ ആർക്കും തന്നെ മനസ്സിലായില്ല. പക്ഷേ പിന്നീട് തലയോലപ്പറമ്പിൽ നിന്നുള്ള ബിന്ദുവിനെ കാണുന്നില്ല എന്നുള്ളൊരു വിവരം ലഭിച്ചപ്പോഴാണ് ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ കടന്നത്. പക്ഷേ മന്ത്രിമാർ പറയുന്നത് അപ്പോൾ തന്നെ അതിനടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള അല്ലെങ്കിൽ തിരയാനുള്ള നിർദ്ദേശം നൽകി, പരിശോധനകൾ നടത്താനുള്ള നിർദ്ദേശം ഫയർഫോഴ്സിനും പോലീസിനും നൽകിയെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു രക്ഷാപ്രവർത്തനം വൈകാൻ കാരണമായിട്ടുണ്ടോ എന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ അവിടെ നേരിട്ട് കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു കാലതാമസം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. കാരണം അവിടേക്ക് ആ JCBകൾ കയറി വരാനെടുത്ത സമയം ഏകദേശം 1 മണിക്കൂറോളം ആ ഒരു കോറിഡോറിൽ കൂടി, ആളുകൾ കടന്നു പോകുന്ന കോറിഡോറിൽ കൂടി ആ ചെറിയ JCBകൾക്ക് പോലും കയറി വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഒടുവിൽ ഗേറ്റ് തകർത്ത് പൊളിച്ചാണ് ആ JCBകൾ അവിടേക്ക് കൊണ്ടുവന്ന് 3 JCBകൾ കൊണ്ടുവന്ന് മണ്ണ് മാറ്റി നോക്കിയത്. അപ്പോഴാണ് ആ ബിന്ദുവിനെ ആ മണ്ണിൻ്റെ അടിയിൽ നിന്നും കണ്ടെത്താൻ അവരുടെ കൈകൾ ആദ്യം കണ്ടെത്തി അവിടെ നിന്നും എടുത്തുകൊണ്ട് പോകുന്നത്. അതൊരു ഞെട്ടിക്കുന്ന ഒരു സംഭവമായി. ഒരുപക്ഷെ എല്ലാം കഴിഞ്ഞു, ഒരു പ്രശ്നവുമില്ല, ആശ്വാസത്തിൻ്റെ മണിക്കൂറുകളെന്ന് വിചാരിച്ചെടുത്ത് നിന്നാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഏത് സോഴ്സിൽ നിന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാർ ആദ്യം ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രതികരണം നടത്തിയതെന്നാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. സൂപ്രണ്ടുണ്ട്, അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരുണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ടുണ്ട്, അങ്ങനെ വലിയൊരു ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെല്ലാം അവിടെയുണ്ട്. അവർ ഫീഡ് ചെയ്ത് കൊടുത്തതാണോ ഈ മന്ത്രിമാർ പറഞ്ഞത്, അതോ മറ്റാരെങ്കിലും പറഞ്ഞതാണോ എന്നുള്ള കാര്യത്തിലൊക്കെ വിശദീകരണം പറയേണ്ടതുണ്ട്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവം എന്ന് പറയാതിരിക്കാൻ വയ്യ. എടുത്തു പറയേണ്ടത് ആ കെട്ടിടത്തിൻ്റെ ഒരു സ്ട്രക്ചർ ആർക്കും പേടി തോന്നും. അതിൻ്റെ അടുത്ത് പോലും പോയി നിൽക്കാൻ പറ്റാത്തത്ര പേടി തോന്നുന്ന രീതിയിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. കാലപ്പഴക്കത്തിൽ കോൺക്രീറ്റ് അടന്ന് വീണ് അതിൻ്റെ കമ്പികൾ തെളിഞ്ഞു കാണാൻ പറ്റുന്ന ഒരു കെട്ടിടം, അതിനുള്ളിൽ രോഗികളെ അടക്കം കിടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പലരും പറയുന്നു. അങ്ങനെയാണെങ്കിൽ അത് എത്രത്തോളം ചെരിവാണ്? അത്രയും അപകട ഭീഷണി ഉയർത്തുന്ന ഒരു കെട്ടിടത്തിൽ എങ്ങനെയാണ് കിടത്തി ചികിത്സ അടക്കം മുന്നോട്ട് കൊണ്ടുപോയത്? അങ്ങനെ ഒരു കാര്യങ്ങൾ അവിടെ നിന്നവരൊക്കെ നമ്മളോട് പറയുന്നുണ്ട്. അതല്ല, ഇപ്പോൾ വന്ന വിശദീകരണം പ്രിൻസിപ്പാളിന്റെ ഭാഗത്ത് നിന്നും ഒരു ഔദ്യോഗികമായിട്ടൊരു വിശദീകരണം വന്നു. മന്ത്രിമാരും എല്ലാം അല്പസമയം മുമ്പ് പറഞ്ഞത് അവിടെ അങ്ങനെ ഒരു ചുമ്മാ വ്യാജമാണ്. ഞാൻ എത്താം ടോബി.